ഇപ്പോഴുള്ള ഭജന സംഘങ്ങളുടെ തുടക്കം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നാണെന്ന് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഗുരുവായൂരിൽ നടക്കുന്ന രാമരാമ പാഹിമാം രാമഭക്ത സംഗമം പരിപാടികളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തിയതായിരുന്നു അദ്ദേഹം. മിന്നൽവള എന്ന തന്റെ സൂപ്പർ ഹിറ്റ് ഗാനത്തിനും സീതാദേവിയുമായി ബന്ധമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മലയാള ഗാനശാഖയിൽ ഒരു തരത്തിലുള്ള ആമുഖവും മുഖവരിയും വേണ്ടാത്ത ഒരാളാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. തിരുമേനിക്ക് അസംഖ്യം പാട്ടുകൾ, തലമുറകളെ ഭ്രമിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന പാട്ടുകൾ. ഒരിടത്തും ഇനി ഒന്നും ഗാനശാഖയിൽ അദ്ദേഹത്തിന് തെളിയിക്കാനില്ല. അത്രയ്ക്ക് വളരെ മനോഹരമായ വരികൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്നും നമ്മുടെ ന്യൂജൻ എഴുത്തുകാരോടൊപ്പം തന്നെ തല ഉയർത്തി തന്നെ ആ മേഖലയിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പാട്ടുകൾ അദ്ദേഹം എഴുതുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഇപ്പം നമുക്ക് വേറൊരു ചില സംഗീത ശാഖയുടെ മറ്റൊരു കൈവഴിയുമായാണ് അദ്ദേഹം സഹകരിച്ചെത്തുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ ഉദ്യമം അത് എന്താണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്? ഞാൻ വന്നത് ഹരിനാരായണജിയുടെ ഒരു രാമരാമ പാഹ്യമം എന്ന ഗുരുവായൂർ നടക്കുന്ന മെയ് 15 മുതൽ 17 വരെ നടക്കുന്ന ഒരു രാമഭക്ത സംഗമത്തിൻ്റെ കാര്യമായിട്ടാണ് വന്നത്. ഹരിനാരായണജി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും. എന്താണ് പ്രധാനമായിട്ട് ഈ ഒരു ഇത് ലക്ഷ്യം വെക്കുന്നത്? ഈ രാമരാമ പാഹിമാം എന്നുള്ള രാമഭക്ത സംഗമം, രാമനാമം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു ഹൃദയ താളമാണെന്ന്. നമ്മുടെ മുൻ തലമുറകൾ മുഴുവൻ രാമനാമം ജപിച്ചിട്ടാണ്, അത് കേട്ടിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. കേരളത്തിലെ ഓരോ മണൽ തരിയും രാമമന്ത്ര മേൽക്കാത്തതും അതുപോലെ തന്നെ രാമപാദ സ്പർശമേൽക്കാത്തതുമായിട്ട് ഇല്ല. അപ്പോൾ ആ ഒരു രാമൻ്റെ ആ അമൃതധാര യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക. വേർ അയോധ്യ മീറ്റ്സ് കേരള ദി ഇറ്റേണൽ സനാതൻ ധർമ്മ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ രാമഭക്ത സംഗമം ഗുരുവായൂരിൽ സംഘടിപ്പിക്കുന്നത്. മെയ് മാസം 15, 16, 17 തീയതികളിലാണ്. അപ്പോൾ അതിൽ കെ മുഹമ്മദ് സാറിനെ പോലെ, അതുപോലെ തന്നെ ടി പി ശശികുമാറിനെ പോലെ ഒക്കെയുള്ള പ്രഗത്ഭർ വന്ന് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അയോധ്യയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യമായിട്ട് വിധി എഴുതിയ ജസ്റ്റിസ് സുധീർ അഗർവാൾ ഈ സമാപന സഭയിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 1008 അമ്മമാർ നേതൃത്വം കൊടുക്കുന്ന രാമഗായത്രി ജപം, 1008 അമ്മമാർ നേതൃത്വം കൊടുക്കുന്ന ആദിത്യ ഹൃദയ ജപം, അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ശ്രീരാമ കോദണ്ഡ പൂജ, അതായത് രാമൻ്റെ ആയുധമായിട്ടുള്ള കോദണ്ഡത്തെ പൂജിക്കുന്ന ആ ഒരു പൂജ ഒക്കെ, അങ്ങനെ ഒട്ടേറെ എന്താ പറയുക ഭക്തിയും അറിവും ഒക്കെ സംഗമിക്കുന്ന ഒരു മഹാസംഗമമാണ് ഈ രാമപാഹിമ. അതിലും അത്തരം ഉദ്യമങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി തിരുമേനിയുടെ ഓർക്കുകയാണ്. ഏറ്റവും അവസാനം ഹിറ്റായ പാട്ട് മിന്നൽവള കയ്യിലിട്ട പൊന്നഴുക, ആ പാട്ടിനകത്ത് സീതാദേവിയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമുണ്ടെന്നുണ്ട്. അതെന്തായിരുന്നു ആ പ്രത്യേകതയുള്ളത്? അത് ഈ രാവണനെ കീഴടക്കി രാവണൻ്റെ മരണത്തിന് ശേഷം രാവണൻ്റെ ഈ പുഷ്പക വിമാനമായിട്ടാണ് ഇവർ തിരിച്ചു പോകുന്നത് അയോധ്യയിലേക്ക്. ആ പോകുമ്പോൾ സീത ആഹ്ലാദം കൊണ്ട് ഈ കൈ പുറത്തേക്ക് ഇട്ടുന്നതാണ് ഇതിൻ്റെ. അത് ശരിക്കും കാളിദാസൻ്റെ സങ്കല്പമാണ്. പുറത്തേക്ക് ഇട്ടപ്പോൾ മിന്നലുകൾ കൈയോളയായി മാറിയിരുന്നത്. അത് കുട്ടികളെ അറിയണമെന്ന് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്, അങ്ങനെ ഒരു സംഭവം. പക്ഷേ ആ ഗാനം മനോഹരമായി സ്വീകരിക്കപ്പെടുകയും, എന്നാൽ ഇതിൻ്റെ പിന്നിലെ കഥ പലർക്കും അറിയത്തില്ലെങ്കിൽ പോലും ഇത്രയും മനോഹരമായ ഭാവന പെട്ടെന്ന് മനസ്സിലോട്ട് വരാനുണ്ടായ കാരണം എന്താണ്? സിനിമയുടെ കഥയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ സാദൃശ്യപ്പെടുന്ന ഒന്നായിരുന്നു അത്, അതോ അത്തരത്തിൽ തിരുമേനിക്ക് തന്നെ ഒരു ട്യൂണ് വന്നപ്പോൾ എനിക്കങ്ങനെ കൊടുക്കാൻ തോന്നി, അങ്ങനെ കൊടുത്തതാണ്. അതെ. തിരുമേനി അതോടൊപ്പം തന്നെ ഇപ്പം കാലം മാറി, പുതിയ കാലത്ത് തന്നെ ഇഷ്ടംപോലെ ആളുകൾ കർണാടക സംഗീതത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഭജന സംഘങ്ങളും കാര്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഇത് എങ്ങനെയാണ്, ഇതൊരു പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ഈ തിരുമേനി ഈ ഒരു കാര്യത്തെ കാണുന്നത്? ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭജനയിലൂടെ ജനങ്ങളെ ആകർഷിക്കുകയും അവർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്ന സങ്കല്പം അമ്മയുടെ അമൃതാനന്ദമയി അമ്മയിൽ നിന്ന് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവം അല്ലെങ്കിൽ മൂർത്തീകരണം എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്നു, അത്രയേ ഉള്ളൂ. ആളുകൾ ഈ അച്ചടക്കമുള്ള ആത്മീയ ജീവിതത്തിൽ നിന്നൊക്കെ അകലുന്നു, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്ന് പോലുള്ള മറ്റ് ലഹരികളിലേക്ക് പോകുന്നു. അതൊക്കെ നോക്കുമ്പം ഇത്തരം ചില കാര്യങ്ങൾ തിരിച്ച് അവരുടെ ആത്മീയതയായിട്ട് സന്നിവേശിപ്പിക്കുമ്പോൾ കുറേ കൂടെ ആരോഗ്യപരമായ ജീവിതം കിട്ടുമെന്നുള്ളൊരു ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊക്കെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ അങ്ങനെ നശിച്ചു പോകുന്ന ആൾക്കാർ. അവരും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഗ്രൂപ്പാണ്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആത്മീയതയിലൂടെ സനാതന ധർമ്മത്തിൻ്റെ
ആ വർത്തമാനത്തിലൂടെ നടക്കുള്ളൂ. അതുകൊണ്ടാണ് സ്വാമി അടക്കമുള്ള ഞങ്ങളൊക്കെ പരിശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഒരു കാര്യം കൂടി, സംഗീതം പ്രത്യേകിച്ച് പുതുതലമുറയെ പല രീതിയിൽ ആകർഷിപ്പിച്ചപ്പെട്ട് അവരുടേതായ രീതിയിൽ അവർ കൊണ്ട് നടക്കുന്നുണ്ട്. പുതുതലമുറയുടെ ഈ സംഗീതത്തോടുള്ള അഭിരുചി അങ്ങ് എങ്ങനെയാണ് അടയാളപ്പെടുന്നത്? പ്രത്യേകിച്ച് അങ്ങ് പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ, എത്രത്തോളം ഭാവനാസമ്പന്നരാണ് അവരെ ആ കാര്യത്തിലൊക്കെ? അല്ല, ഇപ്പോൾ അവർക്ക് ധാരാളം കേൾക്കാനും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നിന്ന് 70, 60, 65 കൊല്ലം മുമ്പ് ഇതിനൊന്നും സൗകര്യമില്ല എവിടെ. പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ വളരെ കുറച്ചാണ്. അത് എവിടെയെങ്കിലുമൊക്കെയാണ്. ഞാൻ അവരെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മൊബൈലിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പഠിക്കാനും പിന്നെ അത് പുറത്ത് കൊണ്ടുപോകാനും ആൾക്കാരെ അറിയിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അങ്ങനെ ആധുനിക കാലത്തിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് കൂടുതൽ. എന്തായാലും എന്നെന്നും കണ്ണേറ്റിൽ തുടങ്ങി അങ്ങ് ഗാനധാര ഒഴുകുകയാണ്. അതായത് തിരുമേനിയുടെ കയ്യിലുള്ള ഗാനശേഖരണത്തിൻ്റെ കലവറ ഒരിക്കലും വറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ പുതിയ കാല സംവിധായകർ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനിയും നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇത്തരം മനോഹരമായ ഗാനങ്ങൾ ഇനിയും തീർച്ചയായും ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ തിരുമേനി. എന്തായാലും തിരുമേനിക്കും പുതുതായിട്ട് തുടങ്ങുന്ന ഈ സംരംഭത്തിനും എല്ലാവിധ ആശംസകളും ഈ ഘട്ടത്തിൽ തന്നെയാണ്.